ഹലോ, അസ്സലാമലൈക്കും. നമ്മൾ ഈ ഡ്രാഗനെ പറ്റിയൊക്കെ കേൾക്കാനും കഥകൾ കേൾക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് അങ്ങനെ കാണുമ്പോഴേ ഓരോ ക്ലിപ്സ് ആയിട്ട് നോക്കിയപ്പോൾ അതിൽ ഗെയിം ഓഫ് ത്രോൺസ്, അതിൽ ഡ്രാഗൻ്റെ ഒരു വെറൈറ്റി കഥ നോക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഫിലിമാണ്. പക്ഷെ ഫിലിമല്ല, അതെന്താണാവോ സീരിയസ് ആണ്. എത്രയോ പാർട്ടുകളുള്ള സീരീസ്. സോ ഞാൻ അത് മൊത്തം ഇരുന്ന് കണ്ടു തീർത്ത്. ഇപ്പോൾ ഇവിടെ ഡ്രാഗനെ പറ്റി പറയാൻ വന്നത്, നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയാലോ? പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു കൊതി, പിന്നെ എളുപ്പമാണെന്നും തോന്നി. അപ്പോൾ ഏതായാലും ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട് ക്ഷീണം മാറിയിട്ടില്ല എന്ന് പറയാം. അപ്പോൾ ഒന്ന് ഡ്രാഗൺ ചിക്കൻ ട്രൈ ചെയ്ത് നോക്കിയാലോ? സോ ലെറ്റ്സ് മേക്ക് എ ഡ്രാഗൺ ചിക്കൻ. ഞാനും എൻ്റെ മക്കളും കുറച്ച് സോസ് ഐറ്റംസിനോടൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. ഇഷ്ടം നിറച്ചാൽ കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർ തന്നെ. അപ്പോൾ എന്തായാലും ഇതും അതിൻ്റെ ഒരു പ്രത്യേകത ആണല്ലോ, ഈ ചില്ലി ചിക്കൻ, ഡ്രാഗൺ ചിക്കൻ, ഇതൊക്കെ ഒരേ സൈസായിട്ട് തന്നെ എനിക്ക് തോന്നിയത്. അപ്പോൾ ബോൺലെസ് പീസാണ് ഡ്രാഗൺ ചിക്കനിക്ക് വേണ്ടിയത്. പക്ഷേ സിയാദക്കാക്ക് പോയിട്ട് എല്ലുള്ള പീസാണ് വാങ്ങിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് ഞാൻ ബോൺലെസ് പീസൊക്കെ ചെറുതാക്കി അരിഞ്ഞെടുത്ത് മിക്സ് ആക്കിയിട്ടാണ് സെറ്റാക്കിയത്. ആദ്യം കുറച്ച് കോൺഫ്ലവറും മൈദപ്പൊടിയും ഒരു കോഴിമുട്ടയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചില്ലി ഫ്ലെക്സും കുരുമുളകും ഉപ്പും ഇട്ട് നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഞാനൊരു 3/4 മണിക്കൂറോളം വെച്ചിട്ടുണ്ടോ. അത് കഴിഞ്ഞ് വേറെ എണ്ണ ചൂടാക്കി പൊരിച്ചെടുക്കുക. ഇത് പൊരിക്കാട്ടപ്പോൾ തന്നെ നല്ല മണയും കേട്ടോ, നല്ലൊരു മസാലയും കേട്ടോ. ടേസ്റ്റ് നോക്കിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. അപ്പോഴേക്ക് സോസ് സെറ്റാക്കാം. കുറച്ച് സോയാ സോസ്, പിന്നെ ഞാൻ ഹോട്ട് ചില്ലി സോസാണ് എടുത്തത്. ടൊമാറ്റോ സോസ് ഒഴിച്ചില്ല, റെഡ് ചില്ലി സോസാണ് എടുത്തത്. അതൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടോ. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, ഒരു കളറൊന്ന് കിട്ടിക്കോട്ടെ വിചാരിച്ച് അതും ഇട്ട്. പക്ഷെ അത്ര വലിയ കളറൊന്നും വന്നില്ല. പിന്നെ ഒരു പാൻ ചൂടായി കുറച്ച് വെളുത്തുള്ളി മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കാഷ്നട്ട് ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ലേശം ഉപ്പ് ഇട്ട് കൊടുത്ത്, പിന്നെ ക്യാപ്സിക്കം നീളത്തിലരിഞ്ഞ ക്യാപ്സിക്കം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത്, ക്യാപ്സിക്കം ഒന്ന് ഒരു വേവ് വരുന്ന വരെ, ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നേരെ ഇതിലേക്ക് സോയാ സോസ് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് ആ ഒരു ബൗൾ കേക്ക് ഒഴിച്ചിട്ടോ. ഒരു നല്ലോണം ഒന്ന് ജ്യൂസി പോലെ ആയിക്കോട്ടെ വിചാരിച്ച്, തിക്കാവാതെ. അത് കഴിഞ്ഞതിന് ശേഷം നേരെ വറുത്ത് കോരി വെച്ച ചിക്കനും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സായി ഡ്രാഗൺ ചിക്കൻ റെഡിയായി. പിന്നെ ഞാൻ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടി ഒന്ന് ഗാർണിഷ് ചെയ്യാനിട്ട് അപ്പോൾ സംഭവം റെഡിയായി. ഇനി ടേസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മളെ ഡ്രാഗൺ ചിക്കൻ റെഡി. ഇനി ടേസ്റ്റിൻ്റെ ടൈമാണ് കേട്ടോ. കുറേ ആൾക്കാർ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ് ഇത് ടേസ്റ്റ് നോക്കാൻ. നല്ല ടേസ്റ്റ്. ബാക്കിയുള്ളവർക്ക് കൊടുക്കട്ടെ. ബൈ ബൈ.